നമ്മളെ മക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു വളർത്തുന്നതെങ്കിൽ ലോകത്തൊരിക്കലും അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കപ്പെടൂല. കാരണം എന്താണെന്നറിയോ? ചില ആളുകൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടം മക്കൾ എല്ലാ മേഖലയിലും ഉഷാറാവണമെന്ന്. ഞാൻ എന്റെ അനുഭവം പറയാറുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് ബാലുശ്ശേരി അക്കാദമി കോളേജിൽ ചെന്ന് അടിയും പിടിയും ബസ്സമരൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ബാപ്പാനോട് ആരോ പറഞ്ഞത്, തിന്നാനും കിട്ടും, മാസത്തിൽ ഒരിക്കലേ നാട്ടിക്ക് വിടുകയും ചെയ്യും, ഇടവണ്ണ കൊണ്ട് ചാക്കിക്കോളൂന്ന്. അപ്പൊ അറിഞ്ഞത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഞാൻ മനസ്സുകൊണ്ട് അവനെ കുറെ ചീത്തറിഞ്ഞിരുന്നു. കാരണം അവിടെ ചെന്ന രാവിലെ ഒരു പിടി ഉഷ്ക കിട്ടുക, അനസിന് സ്വലായിക്കറിയാം. ഇപ്പൊ കുറെ മാറ്റം, വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ ചൂടിപ്പായി വിരിച്ചേരും, നമ്മൾ കൊണ്ടുവന്നൊരു പുല്ലുംപായി ഉണ്ടാവും. ഒരു റൂമിൽ 42 ആള്. ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ ഒരു രസ മൂട്ട കടിച്ചാട പിടിക്കും, കൊതു എടുത്തുകൊണ്ടുപോകാൻ നോക്കും. വെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ ചാലിയാർ പുഴ കൊണ്ട് ചുട്ടു പറയും ആഴ്ചയിൽ ഒരിക്കൽ അലക്കിക്കോളൂന്ന്. ഇപ്പൊ അൽഹംദുലില്ലാ ബെഡ് ഉണ്ട്, 6 നേരം ഭക്ഷണം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. കുട്ടികൾ കുറവാന്ന് മാത്രം. പോകാൻ ആളുകൾക്ക് താല്പര്യമല്ല. അന്ന് 6 കൊല്ലം ഞാൻ അവിടെ പഠിച്ചു, സ്വലാഹി ബിരുദെടുത്തു. 1 കൊല്ലം തഖസ്സുസുൽ ഹദീസിനും പോയി. ആ ഇൽമ മനുഷ്യരെ പടച്ചോൻ തന്ന ഈ കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചിരുന്നത്. നാളെ മറ്റന്നാൾ ഞാനങ്ങ് മരിച്ചുപോയാലും നിന്റെ വാക്കുകൊണ്ട് ഈ സമൂഹത്തിൽ എവിടെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ വാപ്പക്കുമൊക്കെ അതിന്റെ കൂലി കിട്ടും. ഇനി അവര് മരിച്ചുപോയിട്ട് ഞാൻ എത്ര കാലം പ്രസംഗിക്കുന്നോ അതിന്റെ കൂലി അവർ കൂടി കിട്ടും. ഒരു ബാങ്ക് ഞാൻ കൊടുത്താൽ കിട്ടും, ഒരക്ഷരം ഞാൻ പാരായണം നടത്തിയാൽ കിട്ടും. നാളെ പടച്ചോന്റെ മണ്ണിലേക്ക് അവരിറക്കി വെക്കും. എന്റെ സമാധാനവും അതാ. ഇനി ഞാൻ പഴച്ചു പോയാലും ഓലുണ്ടാളും രക്ഷപ്പെടും. കാരണം പഠിപ്പിച്ച് റബ്ബേ, പിന്നെ ഓൻ പഴച്ചു പോയതാന്ന് പറയാ. നമ്മൾ എന്ത് അറിയും? നമ്മൾ അള്ളാഹുവിനോട് എന്ത് പറയും? എന്താ റബ്ബേ ഞാൻ എന്റെ മക്കളെ തൊട്ട് പറയാനുള്ളത് എന്നൊന്ന് കരുതി വെച്ചോളൂ. കാരണം വാപ്പയും ഉമ്മയും ചിലപ്പോൾ നേരത്തെ പോവും, അല്ലെ മക്കള് നേരത്തെ പോവും. അള്ളാന്റെ ദുനിയാവിൽ അത്രേ ഉള്ളൂ. ആ തിരിച്ചറിവാണ് കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മളെ പര്യാപ്തമാക്കേണ്ടത്. ആ കുടുംബത്തിൽ മക്കളുടെ ദീനീ ചിട്ടകളിൽ ഗൗരവത്തോടെ അവർക്ക് ദീനിന്റെ അറിവുകൾ അറിയിച്ചു കൊടുക്കാൻ, നാളെ പരലോകത്തും ദുനിയാവിലും എനിക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റാൻ. അല്ലേ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ ബിസലാസിൻ